അതിശക്തമായ നടപടിയുമായി പോലീസ് പോയില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ UDF മുന്നോട്ട് വരും എന്നാൽ ജനകീയ മുന്നണിയുണ്ട് ഇവിടെ. ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ വടകരയിൽ ഞങ്ങൾ സമരമായി മുന്നോട്ട് വരും. വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഇപ്പോൾ CPMനെതിരെ ആരോപണ മുന ഉയർന്നിരിക്കുകയാണ്. പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇപ്പോൾ CPM പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ CPMന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്കെതിരെ ആരോപണം ഉയരുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം UDFൻ്റെ വടകര മണ്ഡലം ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ പാറക്കൽ അബ്ദുള്ളയുണ്ട്. ഇപ്പോൾ ഈ വരുന്ന റിപ്പോർട്ട്, പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് എന്താണ് ലീഗിൻ്റെ ഒരു നിലപാട്? ലീഗ് എന്താണ് കരുതുന്നത്? ലീഗ് ഇതിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയപരാജയമല്ല ലീഗിൻ്റെ പ്രശ്നം. ഒരു 100 തെരഞ്ഞെടുപ്പ് തോറ്റുപോയാലും 1000 തെരഞ്ഞെടുപ്പ് ജയിച്ചാലും അത് മറ്റൊരു വിഷയമാണ്. ഇത് വിഷയം ഒരു പ്രദേശത്തെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിദ്വേഷത്തിൻ്റെ വിത്ത് പാകി വർഗീയവൽക്കരിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടാൻ വേണ്ടി CPMൻ്റെ ഒരു വിഭാഗം ചെയ്തു വെച്ച ഏറ്റവും ഹീനമായൊരു പ്രവൃത്തി വെളിച്ചം കണ്ടു എന്നുള്ളതാണ്. അല്ലായിരുന്നെങ്കിൽ ഇത് ലീഗ് മുൾമുനയിൽ ലീഗ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം എല്ലാവരും അന്ന് പറഞ്ഞത് ലീഗാണിത് ചെയ്തത്. ഞാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ നമ്മളാണിത് ചെയ്തത്. നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു കാര്യം. ഞങ്ങൾ അന്ന് തന്നെ സ്പോട്ടിൽ പോലീസിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. വടകര SP കണ്ടു, പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടു. കാസിമിൻ്റെ ടെലഫോൺ സറണ്ടർ ചെയ്തു. നിങ്ങൾ കേസെടുത്ത് കാസിമാണ് കുറ്റവാളിയെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കണമെന്ന് അവരോട് പറഞ്ഞു. അന്വേഷിച്ചു. ഒരു തുമ്പും അവർക്കിതിൽ കിട്ടിയില്ല. കാസിം നിരപരാധിയാണ് എന്ന് ഞങ്ങളോട് പറയാം. പക്ഷേ അത് സമൂഹത്തോട് പറയുന്നില്ല. പോലീസ് ഒരു ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ ഇതിപ്പോൾ വെളിച്ചം കണ്ടത് എങ്ങനെയാണ്? ഞങ്ങൾ കോടതിയിൽ പോയത് കൊണ്ടാണ്. നിയമ പോരാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ ഇത് കാണില്ല. അപ്പോൾ ഇതിലുള്ള ഒരു വിഷയം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും സത്യസന്ധമായി ഇനിയും ഈ കേസ് തെളിയാൻ ആവശ്യമായ നിലപാട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പോലീസ് CPM എന്ന് പറഞ്ഞ വടകരയിൽ CPM = SP അല്ലെങ്കിൽ പോലീസ്. അതാണ് വടകരയിലെ ഒരു ചുറ്റും. വടകര മാത്രമല്ല, കേരളത്തിൽ നടക്കുന്നതാണ്. ഇതിലിപ്പോൾ ഏറ്റവും വിചിത്രമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കാസിം കേസ് കൊടുത്തു. വൈകുന്നേരം 25-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഈ സ്ക്രീൻഷോട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കാസിം SPയുടെ മുന്നിൽ പോയി പരാതി കൊടുത്തു. പക്ഷേ ആ കാസിമിൻ്റെ പരാതി അവർ സ്വീകരിച്ചില്ല. രാത്രി 10 മണിക്ക് 25-ാം തീയതി രാത്രി 10 മണിക്ക് CPM ഓഫീസിൽ നിന്ന് കൊടുത്ത പരാതി അത് സ്വീകരിക്കുകയും എന്നിട്ട് കാസിം എന്ന് പറയുന്ന MSFൻ്റെ ജില്ലയുടെ ഒരു നേതാവായ ഈ കാസിമിനെ 1-ാം പ്രതിയായി കേസെടുക്കുക ചെയ്യുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഗൗരവം. കാസിമിൻ്റെ പരാതി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും കാസിമിനെതിരെ കൊടുത്ത പരാതിയിലെ അന്വേഷണത്തിലാണ് ഈ സംഗതികളൊക്കെ വരുന്നത്. അതും പോലീസിൻ്റെ കള്ളക്കളി. എന്താ പോലീസ് പറഞ്ഞു ആദ്യം ഇത് റെഡ് വളണ്ടിയേഴ്സിൻ്റെ ഗ്രൂപ്പിലാണ് കണ്ടത്. അവരെ വിളിച്ചപ്പോൾ പോലീസ് പറയുന്നു അതിൻ്റെ അഡ്മിനെ വിളിച്ചു. അവർ പറഞ്ഞു അമ്പാടി മുക്ക് സഖാക്കൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അമ്പാടി മുക്ക് സഖാക്കൾ അഡ്മിനെ കണ്ടു പോലീസ്. അപ്പോൾ പോലീസിനോട് പറഞ്ഞു വേറെ ഏതോ ഒരു CPMൻ്റെ തന്നെ റെഡ് വളണ്ടിയർ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞു. റെഡ് വളണ്ടിയർ ഗ്രൂപ്പിനെ പോലീസ് കണ്ടു. കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റാണ് ഞാൻ പറയുന്നത്. ആ റെഡ് വളണ്ടിയർ ഗ്രൂപ്പ് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയത് റിബേഷ് എന്ന് പറയുന്ന വടകരയിലെ ഒരു അധ്യാപകൻ്റെ ഇരുന്ന്. ആ അധ്യാപകൻ ആരാ? ആ അധ്യാപകൻ DYFIയുടെ വടകര ബ്ലോക്ക് പ്രസിഡൻ്റാണ്. ആ അദ്ദേഹമാണ് ഇത് ഇന്നാണ് കിട്ടിയതെന്ന്. റിബേഷിനെ വിളിച്ചിട്ട് പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസ് പറയുന്നത് റിബേഷ് മറുപടി പറയുന്നില്ല എന്ന്. ഒരു പോലീസ്, കേരളത്തിലെ പോലീസ് ഏത് കേസും തെളിയിക്കാൻ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ പോലീസാണ് കേരള പോലീസ്. ആ പോലീസാണ് പറയുന്നത് റിബേഷിന് സാധാരണ ഫലൂദയും ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് സൽക്കരിക്കലാണോ? റിബേഷിൻ്റെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ അരമണിക്കൂർ കൊണ്ട് വിഷയം ആരാണെന്ന് മനസ്സിലാവില്ലേ? അതുമാത്രമല്ല റിബേഷ് ഇല്ല സാക്ഷിയാണ്, മറ്റേ ഇതിൻ്റെ റെഡ് വളണ്ടിയേഴ്സ് സാക്ഷി, അമ്പാടി മുക്ക് സഖാക്കൾ അഡ്മിൻ സാക്ഷി. ഇതൊക്കെ സാക്ഷി പട്ടികയിലാണ്. സാധാരണ ഇത് ഷെയർ ചെയ്താൽ പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന രൂപത്തിലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന ഈ ഒരു മാറ്റർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നവർ കുറ്റക്കാരാണ്. അവർക്കെതിരെ പോലീസ് കേസ്, ഇവിടെ നിരവധി കേസുകളിൽ ഷെയർ ചെയ്ത ആളുകളെ പോലീസ്
പിന്നെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് ഈ കാര്യത്തിൽ അവരെ സാക്ഷിയാക്കി വെക്കുകയും നിരപരാധിയായ കാസിം ഇപ്പോഴും പ്രതിയാണ്. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇത് ഞങ്ങൾക്കിപ്പോഴുള്ള ഏറ്റവും വലിയൊരു ആശ്വാസം എന്ത് എന്ന് ചോദിച്ചാൽ, കോടതി ഇടപെട്ടിട്ട് ജനങ്ങളോട് സത്യം പുറത്തു വരുന്ന രൂപത്തിൽ കോടതിയുടെ പിന്നെ ഇടപെടൽ കൊണ്ടുണ്ടായി എന്നുള്ളതാണ് ഇതിൽ. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, വടകര എത്ര മാത്രം വർഗീയമായ വിഷം ചീറ്റുന്ന പ്രചരണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു മാസക്കാലം പ്രചരണം എന്തായിരുന്നു? തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 26, 27 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജൂൺ 2-ാം തീയതി എണ്ണുന്നത് വരെ, 3-ാം തീയതി എണ്ണുന്നത് വരെ വടകരയായിരുന്നു കേരളം മുഴുക്ക ചർച്ച. എന്താ പറഞ്ഞത്? CPM-ൻ്റെ പിന്നെ ലോക്കൽ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയൊക്കെ ആളുകൾ പറഞ്ഞത് വിഷം ചീറ്റുന്ന രൂപത്തിലുള്ള വർഗീയതയാണ് പറഞ്ഞത്. പാകിസ്ഥാനിൽ കയറ്റിയാക്കണം, ഷാഫിക്ക് വോട്ട് ചെയ്തവരാ, പിന്നെ ഇവർ ഇന്ത്യയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല, ഇവർ വർഗീയവാദികളാണ്. അങ്ങനെ ഇനിയൊന്നും. എന്നിട്ടോ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇത് റിസൾട്ടിൻ്റെ തലേ ദിവസം ഇവിടെ അർദ്ധസൈനിക വിഭാഗം, പട്ടാളം, പോലീസ് ഇവരുടെ റൂട്ട് മാർച്ച്, അനൗൺസ്മെൻറ്റ്, ആരും ഇറങ്ങാൻ പാടില്ല, പോളിംഗ് ഇലക്ഷൻ റിസൾട്ട് ദിവസം പുറത്തിറങ്ങരുത്. കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും മീഡിയകളെയും ചാനലുകളെയും ഒക്കെ ഭയപ്പെടുത്തി. ഇവിടെ വടകരയിൽ ഭയങ്കരമായ വർഗീയ, കാരണം ഇവർക്കറിയാം CPM ഇതൊക്കെ ചെയ്യുന്നത്. CPM തെരഞ്ഞെടുപ്പ് കാലത്ത് വിഭാഗീയതയുടെ ഉണ്ടാക്കിയതിൻ്റെ ആഴം CPM-നെ അറിയൂ, നമുക്കറിയാം. നമ്മളിങ്ങനെ ഞെട്ടി വരിക, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? റിസൾട്ട് വന്നാൽ ഇവിടെ എന്താ പ്രശ്നം? CPM ഭയപ്പെട്ടു. ഭയപ്പെട്ടതല്ല, CPM ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ റിസൾട്ട് വന്നു. ഷാഫി നമ്മളാരും പ്രതീക്ഷിക്കാത്ത ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഒരില അനങ്ങിയോ? ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ആരെങ്കിലും? ഇത് ഞങ്ങൾ മാത്രം, UDF മാത്രം വോട്ട് ചെയ്തിട്ടാണ്. ഇവിടുത്തെ എല്ലാ ജനങ്ങളും വോട്ട് ചെയ്തിട്ടുണ്ട്. ആബാലവൃദ്ധം ജനങ്ങൾ, അതിൽ CPM-കാരും വോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കാരണം? നിങ്ങൾ ഈ CPM-ൻ്റെ നിലപാടാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണം. ഒരു അധ്യാപകന് കുട്ടികൾ പഠിപ്പിക്കാൻ പറ്റുമോ ഈ മനുഷ്യൻ? ഇയാൾ DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റാണ്, വടകര ബ്ലോക്ക് പ്രസിഡന്റ്. ആ പദവിക്ക് ഇയാൾ അപമാനമല്ലേ? ഒരു അധ്യാപകൻ എന്ന് പറയുന്ന അധ്യാപകന് ഇയാളെ വിളിക്കാൻ പറ്റുമോ? അധ്യാപക സമൂഹത്തിന് തന്നെ അപമാനം. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം എന്നാണ്. അദ്ദേഹത്തെ അത് മാത്രമേ, ആ അധ്യാപകനെ അറസ്റ്റ് ചെയ്യണം, എന്നിട്ട് ചോദ്യം ചെയ്യും, കസ്റ്റഡിയിലെടുക്കണം, കൽത്തുറുങ്കിലടക്കണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. അവരെ വടകരയിലെ പൊതുസമൂഹത്തിന് ആരാന്ന് നന്നായിട്ട് അറിയാം. ഞാനിപ്പോൾ അത് പറയുന്നില്ല ആരാണിത് ചെയ്തതെന്ന്. അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ അതിനാവശ്യമായ നടപടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നിയമ പോരാട്ടവും ഞങ്ങൾ പോവും, സമരവുമായി ഞങ്ങൾ പോവും. പ്രതികളെ അറസ്റ്റ് ഇനി മേലിൽ. ഇത് രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയല്ല. നാട്ടിലൊരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ അവരെ പരസ്പരം ഭിന്നിപ്പിക്കാൻ, തമ്മിലടിപ്പിക്കാൻ, കേവലം 4 വോട്ടിന് വേണ്ടി CPM കാലങ്ങളായി വടകരയിൽ ശ്രമിക്കുന്ന, CPM പാർട്ടിയെ ഞാൻ പറയുന്നില്ല, CPM-ലെ ഒരു വിഭാഗം ശ്രമിക്കുന്ന ഈ ശ്രമം എന്നേക്കുമായി ഇതോടെ അവസാനിപ്പിക്കണം. അതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ. എത്രയും വേഗം യഥാർത്ഥ പ്രതിയെ പോലീസ് പിടിക്കണം. എത്രയും പെട്ടെന്ന് പിടിക്കണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 100 ദിവസമായി. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ കാസിം എന്ന് പറയുന്ന പയ്യൻ, പിന്നെ യുവാവിന് അവന് ജീവിക്കണ്ടേ? അവനെ ടാർഗറ്റ് ചെയ്യാണ്. കേരളം മുഴുക്കെ ഇവൻ ഒരു മഹാവർഗീയവാദി. ഒരു 100 ദിവസമായിട്ടും പോലീസ് ഇതിൽ മുതിർന്ന് നിൽക്കാൻ. അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതിശക്തമായ നടപടിയുമായി പോലീസ് പോയില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ UDF മുന്നോട്ട് വരും. എന്നാൽ ജനകീയ മുന്നണിയുണ്ട് ഇവിടെ. ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ വടകരയിൽ ഞങ്ങൾ സമരമായി മുന്നോട്ട് വരും.